വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർക്ക് എന്നുള്ളത് എ ഡിയർ ഇൻ ദ ഫോറസ്റ്റ് ബൈ അംബായി എന്ന വർക്കാണ്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വർക്ക് എന്നുള്ളത് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ മെറ്റഫറിക്കൽ സ്റ്റോറിയാണ്. ഈ ഒരു വർക്കിൽ റൈസ് ചെയ്യുന്നുള്ളത് റെലവൻറ്റ് ഇഷ്യൂസായ വുമൺസ് ബോഡി, റീപ്രൊഡക്ഷൻ, വെയർനെസ്, അതുപോലെ തന്നെ വേരിയസ് സോഷ്യൽ സ്റ്റിഗ്മാസ് അലൈഡ് വിത്ത് ദം. ഈ ഒരു ഇഷ്യൂസ് സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള തങ്കത്തിലൂടെയാണ് പോകുന്നുള്ളത്. ഹൂ ഈസ് കൺസിഡേർഡ് അബ്നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത് ബിക്കോസ് ഷീ നെവർ മെൻസ്ട്രേറ്റ്. അവൾ ഒരിക്കലും മെൻസ്ട്രേറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവളെ അബ്നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. ഈ ഒരു ഇൻ എ ഫോറസ്റ്റ് എ ഡിയർ ഈസ് എ ഫെമിനിസ്റ്റ് റിയലിസ്റ്റിക് ഷോർട്ട് സ്റ്റോറിയാണ്. ഒറിജിനലി റിട്ടൺ ഇൻ തമിഴ് ബൈ ഇന്ത്യൻ ഫെമിനിസ്റ്റ് റൈറ്റർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റിസർച്ചർ ഡോക്ടർ CS ലക്ഷ്മി, who writes under the pen name of അംബായി. അംബായി എന്ന പെൻ നെയിമിലാണ് അവൾ എഴുതുന്നുള്ളത്. അംബായി ഈസ് എ വെൽ നോൺ ഇന്ത്യൻ റൈറ്റർ ഓഫ് ഗ്രേറ്റ് റെപ്യൂട്ട് who writes ഷോർട്ട് സ്റ്റോറീസ് ചാമ്പ്യനിങ് വുമൺസ് കോഷ്യസ്. ഈ ഒരു സ്റ്റോറിയിൽ അംബായി ബ്രിങ്സ് ചെയ്യുന്നുള്ളത് സാഡ് പ്ലേറ്റ് ഓഫ് തങ്കം അദായി എന്നിവരെ പറ്റിയിട്ടാണ്. who did not get menstruation, did not have functioning womb. She was abused by her in-laws and give many medicines to start her periods or get the womb to begin functioning. എങ്ങനെ ഇരുന്നാലും ഷീ റിബൽസ് ലൈക്ക് മോസ്റ്റ് ഓഫ് അംബായിസ് സ്ട്രോങ് വുമൺ ക്യാരക്ടേഴ്സിൽ പെട്ടതാണ് ഈ ഒരു തങ്കം എന്ന് പറയുന്നുള്ളത്. അങ്ങനെ അവളുടെ ഹസ്ബൻഡ് ഏകാംബരം എന്ന് പറയുന്ന ആൾ സെക്കൻഡ് വൈഫിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുള്ള കാര്യം അവൾ അറിയുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കേട്ടിട്ട് അതായി എന്ത് ചെയ്യുന്നുണ്ട്, സൂസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സ്ചർ ഓഫ് ഫെറാലി സീഡ്സിൽ പോയിസൺ ചേർത്തിട്ട് അവൾ സൂസൈഡിന് വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അവൾ രക്ഷപ്പെടുകയും അതുപോലെ തന്നെ പാട്രിയാർഷ്യൽ സൊസൈറ്റിയിലുള്ള ആ ഒരു ഹാഷായിട്ടുള്ള ആ ഒരു കാര്യത്തെ അവൾ ഇങ്ങനെ അനുശാസിക്കുകയും ചെയ്യാണ്. യൂസിങ് വെയിൽഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ അവൾ കിടക്കുന്ന സമയത്തൊക്കെ സ്റ്റോറി കൺവേ ചെയ്യാണ് ആരുമായിട്ട്, ടു ഹെയർ യങ് ചിൽഡ്രൻ ആൻഡ് ഹെർ കസിൻസ്. എന്ത് പറയുന്നതെന്ന് വെച്ചാൽ ചിൽഡ്രൻ ദ പ്ലേറ്റ് ഓഫ് വുമൺ ഹു കാനോട്ട് മെച്യൂർ ഇൻ ടു എ വുമൺ. അംബായി uses the innocence and precociousness of a little young child with who along with her cousin tries to find out where വല്ലി എന്ന് പറയുന്നുള്ള ആ ഒരു കസിൻ എന്ന് വെച്ചുള്ള യങ് ചൈൽഡിനെ പ്രിക്കോഷൻസിലൂടെയും ഇന്നസെൻസിലൂടെയും അംബായി പറയാണ്. ഹെർ ഓൾഡർ കസിൻ വല്ലി പറയുന്നുള്ള ഓൾഡർ കസിൻ വെൻ ഷീ സെഡ് ഹെർ ഫേവറേറ്റ് സ്റ്റോറി ടെല്ലിങ് അതായി ഹാഡ് നെവർ ബ്ലോസംഡ്. ദ നറേറ്റർ ഈസ് ടോൾഡ്. പല പ്രാവശ്യവും ഈ വല്ലിയെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സിസ്റ്റേഴ്സിനെ പറ്റിയിട്ടും ഇങ്ങനെ പറയാണ്. അത്തായി എന്ന് പറയുന്നുള്ളത് ഹൊലോ ആണ്, പൊള്ളയായതാണ്, empty വെസലാണ്, വിത്ത് നോ റീപ്രൊഡക്റ്റീവ് യൂസിന് വേണ്ടിയിട്ടുള്ള empty വെസൽ എന്നൊക്കെ അത്തായിയെ പറയുന്നുണ്ട്. അത്തായി പറയുന്നുള്ളത് വാം, അതുപോലെ തന്നെ ജനറസ് യെറ്റ് മെസ്റ്റീരിയസ് ആണ്. അവളുടെ ഹൊലോനസ് പറയുന്നുള്ളത് നെറേറ്റർ പറയുന്നുള്ള ആ ഒരു ഹൊലോനസ് പറയുന്നുള്ളത്. അതുപോലെ തന്നെ സം ഓഫ് ഹെർ കസിൻസ് ആർ ദ മോസ്റ്റ് ടെൻഡലൈസിങ് ആൻഡ് മിസ്റ്ററീസ് പാർട്സ് അബൌട്ട് ഹെർ. ടെക്സ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് എസ്പെഷ്യലി പില്ലോസ് കവർ, ഡാർക്ക് ക്ലോത്തിലുള്ള പില്ലോസ് കവർ ഫിൽഡ് വിത്ത് കോട്ടൺ വോൾ വിത്ത് നോട്ട്സ് ആൻഡ് ലംസ് ഇൻ ദ കോട്ടൺ വോൾ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത് അതായിക്ക് ഒരിക്കലും പീരിയഡ്സ് ആയിട്ടുള്ള എന്ന കാര്യത്തിലാണ്. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഈസ് ഓൾസോ പ്രിപ്പറേഷൻ ഫോർ ദ ഫോളോയിങ്. അത്തായി ടു ഗിവ് എ സോർട്ട് ഓഫ് ഇൻട്രൊഡക്ഷൻ ടു ദ റീസൺ വൈ ഷീ വാസ് നോട്ട് എ കംപ്ലീറ്റ് വുമൺ. അത്തായിനെ പറ്റിയിട്ട് അത്തായി എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് വുമൺ അല്ല എന്ന കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഈ ഒരു വർക്കിൽ പറയുന്നുണ്ട്. എ ഹിൻറ്റ് ദാറ്റ് സൂൺ ഓൾ ദ ഗേൾസ് പ്രസൻറ്റ് ലിസണിങ് ടു ദ. ഈ ഒരു ഫോറസ്റ്റ് ഡിയറിനെ പറ്റിയിട്ടുള്ള സ്റ്റോറി ലിസണിങ് ആണ്. ഓൾ ഗേൾസ് were on the verge of puberty and would get their periods soon. Like the pillows, the menstruating cycle would last for years, but the periods will be like a guest. Period പറയുന്നുള്ളത് ഒരു ഗസ്റ്റ് പോലെയാണ് ഫോർ എ certain period in the most delicate part of a young girl's body. യങ് ഗേൾസ് ബോഡിയിൽ മോസ്റ്റ് ഡെലിക്കേറ്റഡ് ആയിട്ട് ചില സമയത്ത് വരുന്നൊരു ഗസ്റ്റായിട്ടാണ് പീരിയഡ്സ് ചില സമയത്ത് എന്നാണ് പറയുന്നുള്ളത്.
ഈ ഒരു പില്ലോസ് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് കോട്ടൺ പാഡ്സിനെയാണ്. ഡാർക്ക് കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത് ഡാർക്ക് ക്ലോത്ത്. വുമൺ യൂസ് ചെയ്ത് ഏർലി 20th സെഞ്ച്വറിയിൽ വുമൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡാർക്ക് ക്ലോത്തിനെയാണ്. മെൻസ്ട്രേറ്റിംഗ് ബ്ലഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വുമൺ യൂസ് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ക്ലോത്തിനെയാണ് ഡാർക്ക് കളേഴ്സായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈം ക്ലോത്താണ്, വീട്ടിലുള്ള ക്ലോത്ത് തന്നെയാണ് മെൻസ്ട്രേറ്റിംഗ് ബ്ലഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മെൻസ്ട്രേഷൻ എന്നുള്ളത് വുമൻ്റെ ലൈഫിൽ ഒരു വൈറ്റലായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി അവൾക്ക് വുമൺ എന്നുള്ള അംഗീകാരം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. ഇറ്റ് ഈസ് ദി സെയിം എസെൻഷ്യൽ പാർട്ട് ഓഫ് എ വുമൺസ് ലൈഫ്. വുമൻ്റെ ലൈഫിൽ എസെൻഷ്യൽ പാർട്ടാണ് ഈ ഒരു മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഷെയിംഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് മിസ്റ്ററീസ് എൻറ്റിറ്റി. അക്കോർഡിംഗ് ടു അമ്പായി, അത്തായി എന്നുള്ളത് ഓസ്പീഷ്യസ് ഹാൻഡിലാന്നുള്ളത്. ഓസ്പീഷ്യസ് ഹാൻഡ് മീൻസ് ഒരു ശുഭകരമായ കൈകളിൽ. എങ്ങനെ ഇരുന്നാലും അവൾക്കൊരിക്കലും അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ഏകാംബരത്തിന് ഒരു ചൈൽഡിൻ്റെ ഫോമിലുള്ള ബ്ലെസ്സിങ് നൽകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നാണ് പറയുന്നുള്ളത്. അത്തായി ബ്ലസ്സസ് എവരി വൺ ത്രോ ഓയിൽ മസാജസിലൂടെയും ജെൻറ്റൽ സ്ട്രോക്കിങ്ങിലൂടെയും ടച്ചിലൂടെയൊക്കെ ബ്ലസ്സസ് ആണ്. ദിസ് ഈസ് എ ടാക്ടൈൽ. ഇതൊരു സ്പർശനവും കോമ്പഷനേറ്റ് പാർട്ട് ഓഫ് ഹെർ പേഴ്സൺ. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഈവൻ ടെൽസ് എങ്ങനെയാണ് കവും സീഡ്സൊക്കെ അവളുടെ ടച്ചിലൂടെ ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ബട്ട് ജസ്റ്റ് ആസ് എ കിനാർ, ഇന്ത്യൻ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കിനാർ എന്ന് പറയുന്നത് ക്യാൻ ഗിഫ്റ്റ് ഓഫ് എ ബ്ലെസ്സിങ് ഓഫ് ഫെർട്ടിലിറ്റി ടു അതർ വുമൺ ബട്ട് കനോട്ട് ഹെർസെൽഫ് ഗീവ് ബർത്ത്. സോ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് അത്തായി. അത്തായിൻ്റെ ലോസ് പറയുന്നുള്ളത് ഒരുപാട് മെഡിസിൻസിലൂടെയൊക്കെ അവളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മരുന്നിലൂടെയും അതുപോലെ തന്നെ മറ്റ് മെഡിസിൻസിലൂടെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു തെളിവ് എന്നുള്ളത് അത്തായിൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇഷ്യൂ പീരിയഡ്സിൻ്റെയും റീപ്രൊഡക്റ്റീവ് പാർട്സിൻ്റെയും അവളുടെ ആ ഒരു ഇഷ്യൂ എന്നുള്ളത് അവരുടെ ലോസിൽ നിന്നും ഹിഡൻ ചെയ്യുകയും മറച്ചു വെക്കുകയും അവളെ മാരേജ് ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷീ കുഡ് ഹാവ് ബീൻ ഇൻ്റർസെക്സ് വെർ ഇറ്റ് ഈസ് കോമൺ ടു ഫൈൻഡ് എക്സ്റ്റേണലി ഫെമിനിൻ വുമൺ ഹാവിങ് എക്സ്റ്റേണലി ഫെമിനിൻ വുമണ് നോ വോംസ് ഇൻ ദർ ബോഡീസ് എന്ന കാര്യം ഇൻ്റർസെക്സിലൂടെ മനസ്സിലാവാണ്. അത്തായി അവളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അവളുടെ ലോസിനോട് ഒരു അനദർ ബ്രൈഡിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ ആ ഒരു ബ്രൈഡ് എന്നുള്ളത് 7 മക്കളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അത്തായി എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഒരു 7 ചിൽഡ്രൻ്റെ ഹൗസ് ഹോൾഡ് ചെയ്യാണ്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു കാര്യത്തിൽ പ്രൈഡ് ചെയ്യുകയും അവർ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ ഷീ നെവർ ഗെറ്റ്സ് ടയേർഡ് ഓഫ്. അതുപോലെ തന്നെ അവൾ ഇൽ ട്രീറ്റഡ് ആൻഡ് ഫിസിക്കലി സൈക്കോളജിക്കലി അബ്യൂസ്ഡ് ആണ്. പക്ഷെ അവളുടെ റൈറ്റിൽ അവൾ സ്റ്റാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ലോസിനോട് അവൾ പറയാണ് ഇനി മോർ മെഡിസിൻസ് ഒന്നും അവളുടെ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് വേണ്ട എന്ന് അഭിപ്രായപ്പെടുകയാണ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ മിനി സോഷ്യോളജിക്കൽ ആസ്പെക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾ വിചാരിക്കുകയാണ്, ഈ ഒരു അതായി വിചാരിക്കുകയാണ് പീരീഡും അതുപോലെ തന്നെ വുമൺ സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാമാണ് ഒരു വുമണെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഇന്നർ കൺവിക്ഷനും അതുപോലെ തന്നെ ജെൻഡർ ഐഡൻറ്റിറ്റിയും സെക്ഷൽ ഓറിയൻറ്റേഷനാണ് വു യു ആർ എന്നത് ഡിഫൈൻ ചെയ്യുന്നുള്ളത് എന്നാണ് ഈ ഒരു ഓഥർ പറയുന്നുള്ളത്. അത്തായി ബിലീവ് ചെയ്യുന്നുള്ളത് ഹെർ സെൽഫ് ടു ബി എ വുമൺ എന്ന് തന്നെയാണ്. ഹെർ റിപ്രൊഡക്റ്റീവ് പാർട്ട് വാസ് ലൈക്ക് എ ഫോറസ്റ്റ് ഫുൾ ഓഫ് ബ്യൂട്ടി, ക്യൂരിയോസിറ്റീസ്, വണ്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റ് എത്തേറൽ മാറ്റേഴ്സ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് എ വുമൻസ് ബോഡി. ഷീ ഈസ് ദ ഡിയർ, ദ സെയിം ഡിയർ വു കുഡ് നോട്ട് ഫോളോ ദ കറക്റ്റ് സ്ട്രീം ഓഫ് ഹെർ മെൻസ്ട്രേഷൻ സൈക്കിൾ ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ഹെർ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഷീ ട്രാവൽസ്, അവൾ യാത്ര ചെയ്യുന്നുണ്ട് ഓരോ പ്ലേസിലേക്കും. വേർ ഈസ് bareness and only receives the light of purity and enlightenment when the full moon silver glow falls on everything in the forest. ടിൽ ദെൻ ദിസ് ഡിയർ, ഈ ഒരു അത്തായി പറയുന്നുള്ളത് ഒരുപാട് വഴികളിലൂടെ അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ഒരിക്കലും ആ ഒരു പീരിയഡ്സിൻ്റെ ആബ്സെൻസ് എന്നുള്ള കാര്യം ഓപ്പൺലി അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഇഷ്ടമല്ല, അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും. അവൾ എപ്പോഴും ഒരു മൂടുപടം ഇട്ടാണ് ഈ ഒരു കാര്യത്തിൽ വുമൻ്റെ ലൈഫിൽ ഉള്ള ഈ ഒരു മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂടുപടത്തോടു കൂടിയാണ് അവൾ ജീവിക്കുന്നുള്ളത്. ഇൻ എ ഫോറസ്റ്റ് എ ഡിയർ എന്ന വുമൺ ഇഷ്യൂ റൈറ്റേഴ്സായിട്ടുള്ള അമ്പായിയും അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയും കോളേജിലും സ്കൂൾസിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
ടെക്നിക്കലി അതായി പറയുന്നുള്ളത് അവളൊരു വുമണാണെന്നുള്ള ആ ഒരു ഫ്രീഡം അവൾ തന്നെ നൽകുന്നില്ല എന്നാണ് പറയുന്നുള്ളത്. മറ്റുള്ളവർക്കെല്ലാം നൽകാൻ പറ്റില്ല, നമുക്ക് നമ്മനെ ആ ഒരു വുമൺ എന്നുള്ള ആ ഒരു ഫ്രീഡം തന്നെ നമ്മളെ സെൽഫിന് നൽകണമെന്നാണ് പറയുന്നുള്ളത്. അത്തായി ഫോൺ ദാറ്റ് ഫ്രീഡവും സ്ട്രെങ്ത് എന്നുള്ള പറയുന്നുള്ളത് അവൾ വിശ്വസിക്കുന്നുള്ളത് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നതോട് കൂടിയാണ് അതൊക്കെ എന്നാണ് അവൾ വിചാരിക്കുന്നുള്ളത്. ഈ അത്തായ എന്ന് പറയുന്നുള്ളത് ഇന്ത്യൻ റൂറൽ ആൻഡ് അർബൺ ഹൗസ് ഹോൾഡിൽ സ്പീക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിയറായിട്ടാണ് പറയുന്നുള്ളത്. അതുപോലെ തന്നെ നെറേറ്റർ മെൻഷൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി എന്നുള്ളത്, ആ ഒരു സ്റ്റോറീനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അതിൽ പറയുന്നുള്ള ആ ഒരു ഇന്നോസെൻസ് ആൻഡ് കെയർ ഫ്രീ ഗ്രോത്ത് ഓഫ് ദ ഫോറസ്റ്റ്, അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻ ഓഫ് എ ലിറ്റിൽ ഗേൾ എന്നുള്ളത്, വു ഓൺലി കെയർഡ് അബൌട്ട് പ്ലേയിങ്, ഹാവിങ് അഡ്വെഞ്ചേഴ്സ് ആൻഡ് ലിവിങ് ആൻഡ് ബ്രീത്തിങ് ദ നാച്ചുറൽ ലൈഫ് സറൗണ്ടിങ് ഹെർ ബോഡി വിച്ച് വാസ് സ്ലോലി ഗ്രോയിങ് ഇൻ ടു ഫുൾ മെച്യൂരിറ്റി. I love the way the narrator mentions in the first part of the story about the innocence and carefree growth of the forest and reproductive function of a little girl. അത്തായി ഈ ഒരു സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നുള്ളത് ഡിയർ എന്ന് പറയുന്നുള്ളത് കണ്ടുപിടിക്കുന്നുള്ളത് പീസാണ് ഫൈൻഡ് ചെയ്യുന്നുള്ളത്. എൻഡ് ഓഫ് ദ സ്റ്റോറിയിൽ സ്ലീപ്പ് ചെയ്തിട്ട് പ്രിറ്റൻഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നറേറ്റർ അത്തായിനെ കാണുന്നുള്ളത് സിറ്റിങ്ങിലേക്ക് ലിറ്റിൽ ചൈൽഡ് വാസ് വെരി കോർ ഹാഡ് ബീൻ വയലേറ്റഡ്. വുമൺ പറയുന്നുള്ളത് അത്തായിനെ പോലുള്ള ഒരു വുമൺ എന്ന് പറയുന്നുള്ളത് ഒരുപാട് ക്യൂരിയോസിറ്റീസ് കാണുകയും അതുപോലെ തന്നെ പിറ്റിയബിൾ സൈഡ്സ് കാണുകയും അതുപോലെ തന്നെ വുമൺ ബോൺ ഫോർ അബ്യൂസ് എന്നാണ് അത്തായിയെ പറ്റിയിട്ട് ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. ദിസ് ഷുഡ് ചേഞ്ച് ആൻഡ് ദാറ്റ് ഈസ് സെൻട്രൽ കോർ ഓഫ് ദിസ് ഷോർട്ട് സ്റ്റോറി. ഇതാണ് ഈ ഒരു സ്റ്റോറീൻ്റെ സെൻട്രൽ കോർ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇന്നെ ഫോറസ്റ്റ് എ ഡിയർ ബൈ അമ്പായി എന്ന ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹെൽപ്ഫുൾ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ അതൊക്കെ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും നല്ല സന്തോഷമാകുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടോപ്പിക്സാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.